6 മത്സരിക്കുന്നു, 11 മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. 16 മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ ഏകദേശം 5000-ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു. എന്നാൽ 19 ശ്രീ കെ എം മാണി അന്തരിച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ടോം ജോസ് പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അദ്ദേഹത്തെ പിന്നെ പരാജയപ്പെടുത്തി LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണി മുന്നണിയിലേക്ക് വരുന്ന സമയത്ത് പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം അതിൽ പ്രതിഷേധിച്ചാണ് മുന്നണി വിടുന്നത്. തീർച്ചയായിട്ടും മുന്നണി വിട്ടിട്ട് പക്ഷേ അദ്ദേഹം UDFിൻ്റെ ഭാഗമായിട്ട് ജോസ് കെ മാണിക്കെതിരെ ആ ഇടത് തരംഗത്തിലും മത്സരിച്ച് വിജയിച്ചു. അങ്ങനെ അന്ന് പാലാ സീറ്റ് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, പാലായെ വിട്ടിട്ട് കളിയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ മാത്രം ഒരു മുന്നണി വിട്ട ആൾ, അങ്ങനെ വിട്ട ആൾ ഇപ്പോൾ നിൽക്കുന്ന മുന്നണിക്കകത്ത് നിന്നിട്ട് മുന്നണി മൊത്തത്തിൽ കേരളത്തിൽ ത്രസിപ്പിക്കുന്നൊരു വിജയം കൈവരിച്ചിരിക്കുന്ന സമയത്ത് മറ്റാരുടെയും പരപ്രേരണയില്ലാതെ പുള്ളിയുടെ സമരസാലെ സ്വമേധയാ പുള്ളി പറയുന്നു ജോസ് കെ മാണി മുന്നിലേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്ത് പുള്ളിക്ക് പാല തന്നെ വേണമെങ്കിൽ പാലയം വിട്ടു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും ഈ പാലയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്.